തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടുള്ള അപകടങ്ങളും മരണങ്ങളും നിത്യവാർത്തയാണ്. ഇപ്പോഴിതാ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനും കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുന്നതിനുമായി 2 മാസത്തിനുള്ളിൽ പുതിയ 2 ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കുറച്ച് സുഹൃത്തുക്കളുടെ ശ്രമഫലമായാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. നിരവധി വാർത്തകൾ കൊടുത്തിട്ടും അപകട മരണങ്ങൾ നടന്നിട്ടും ഇപ്പോഴും ഇതാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ സ്ഥിതി. വാഹനങ്ങളുടെ തിരക്കിനിടയിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് തീരെ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ്. അപകട വാർത്തകളും അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മരണങ്ങളും നിരവധിയാണ്. സാധാരണക്കാരന്റെ ജീവൻ പൊലിയുന്നത് ഇനിയും നോക്കി നിൽക്കാൻ വയ്യാതെയാണ് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് കിഴക്കേക്കോട്ടയിലെ ഈ പ്രതിസന്ധി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഏതായാലും ആ പരിശ്രമം ഫലം കണ്ടു. ഹ്രസ്വകാല ദീർഘകാലാടിസ്ഥാനത്തിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള നടപടിക്ക് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ കാൽനട യാത്രക്കാർക്കായി 2 ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതുപോലെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ 6 മാസത്തിനുള്ളിൽ റോഡുകളുടെ വീതി കൂട്ടണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബസ് 2 മത്സരമാണ്, പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും തമ്മിലുള്ള മത്സരം. വീൽ ഡ്രമ്മൊക്കെ വെച്ച് മറച്ചിട്ടാണ് അവർ 2ആയിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഡെയിലി വരുമ്പോൾ വളരെ പരിതാപകര അവസ്ഥയാണ് അവിടെ ഉള്ളത്. 30ഓളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ കൊടുത്ത കേസ് 1 വർഷത്തിന് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവന് ഒരു വില കൽപ്പിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഹൈക്കോടതിയായിട്ട് പോയത്. ഇതിപ്പോൾ ഹൈക്കോടതി തന്നെ ഇവിടത്തുള്ള ഗവൺമെൻറ് അതോറിറ്റീസ്, കോർപ്പറേഷൻ കമ്മീഷണർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, കോർപ്പറേഷൻ സെക്രട്ടറി, നാറ്റ്പാക്ക്, PWD ചീഫ് എഞ്ചിനീയർ, ഇവരുടെ എല്ലാവരുടെയും നിർദ്ദേശം സ്വീകരിച്ചിട്ട് കൊണ്ടാണ് കോടതി ഇങ്ങനൊരു ഓർഡർ നമ്മുടെ എല്ലാവർക്കും വേണ്ടി അവർ എടുത്തിരിക്കുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലിഫ്റ്റുള്ള മറ്റൊരു ഫ്ലൈ ഓവർ കിഴക്കേക്കോട്ടയിൽ ഉപയോഗിക്കാതെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ നിലവിലെ ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നത് വിരളമായാണ്. പുതിയവ നിർമ്മിക്കപ്പെട്ടാലും കൃത്യമായ രീതിയിൽ ആളുകളെ ബോധവൽക്കരിച്ച് തുടരുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകണം. കിഴക്കേക്കോട്ടയിലെ ഈ ഗതാഗത കുരുക്കിന് പരിഹാരം വേണം. ഇനിയൊരു ജീവൻ പൊലിയാൻ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.